വാശിയേറിയ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കാണ് പോകാനുള്ളത്. കായംകുളം മണ്ഡലത്തിന്റെ മത്സര ചിത്രം നമുക്ക് നോക്കേണ്ടതുണ്ട്. കായംകുളം അടുത്തിടെയൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അവിടെ LDFന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള യു പ്രതിഭ CPM-നായി വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ UDF-ന് അവരുടെ പരിചയസമ്പന്നനായ മുഖം M ലിജുവാണ്, മുതിർന്ന നേതാവാണ് മത്സരത്തിലിറങ്ങുന്നത്. NDAക്ക് വേണ്ടി തമ്പി മേട്ടൂലാണ്, BDJS-നാണ് കായംകുളം സീറ്റ് നൽകിയിരിക്കുന്നത്. തമ്പിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ M ലിജുവും യു പ്രതിഭയും തമ്മിലുള്ള നേർക്കുനേർപ്പോര്, ഒപ്പം NDAയുടെ വോട്ടുകൾ അതെന്താകുമെന്നതാണ് നോക്കേണ്ടത്. യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശമടക്കം ഉയർന്നിരുന്നു. പക്ഷേ മറിച്ചുള്ള ആരോപണങ്ങൾ ഉയർത്തി UDF അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കായംകുളം പിടിച്ചെടുക്കാൻ UDF-ന് കഴിയുമോ? ഇക്കുറിയും മണ്ഡലം ഇടതോരത്ത് തന്നെയാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, അവിടെ യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MLA എന്ന മുൻതൂക്കമുണ്ട്. M ലിജുവിനാണെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന മുഖമാണ്. എങ്ങനെയാണ് മണ്ഡലത്തിന്റെ പൊതുവിലുള്ള ചിത്രം? യു പ്രതിഭയ്ക്കായിരിക്കുമോ M ലിജുവിനായിരിക്കുമോ നേട്ടം? ഈ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ ആർക്കാണ് മുൻതൂക്കം? 2006 മുതൽ തുടർച്ചയായി 4 തവണ ഇടതിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മാറി മറിയുന്ന രീതിയാണ്. തെരഞ്ഞെടുപ്പിൽ ആർക്കും എപ്പോഴും വലിയ മേധാവിത്വം കൊടുക്കുന്നില്ല. അതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. അത് MM ഹസൻ, തച്ചടി പ്രഭാകരൻ, G സുധാകരൻ, CK സദാശിവൻ, ഒടുവിലിത യു പ്രതിഭ. അങ്ങനെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും UDF-നും മാറി മാറി ഭരണം കൊടുക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് കായംകുളത്തിനുള്ളത്. ഈഴവ മുസ്ലിം ധീവര വോട്ടുകളാണ് നിർണായകമായിട്ടുള്ള ആരവിടെ വിജയിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കും. ഇത്തവണ അവിടെ 2 ഈഴവ സ്ഥാനാർത്ഥികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പ്രതിഭ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. യു പ്രതിഭ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യു പ്രതിഭയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 6000-ഓളം വോട്ടുകൾ മാത്രമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവുമായി പരാജയപ്പെട്ടത്. അരിത ബാബു അവിടെ പരാജയപ്പെട്ടത് 6000-ഓളം വോട്ടുകൾക്കായിരുന്നു. അതിനു മുൻപ് M ലിജു ഇപ്പോൾ മത്സരിക്കുന്ന UDF-ന്റെ M ലിജു കഴിഞ്ഞതിന്റെ മുൻപത്തെ തവണ അവിടെ മത്സരിച്ച് തോറ്റത് 12000-ഓളം വോട്ടായിരുന്നു. അതായത് യു പ്രതിഭയുടെ വോട്ട് ഷെയർ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇത്തവണ ലിജു മത്സരിക്കുന്നത് 2ാമതാണ്. ലിജുവിന് അവിടെ വൈകാരികമായി ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ലിജുവിന് അവിടെ ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ യു പ്രതിഭയ്ക്ക് ഇപ്പോഴത്തെ അവസാനം ഉണ്ടായ അധിക്ഷേപ പരാമർശവും ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ വോട്ടുകളായി മാറുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്തുകൾ 5ഉം ഇടതിനൊപ്പമായിരുന്നു. അതിൽ കായംകുളം നഗരസഭയും ഒരു പഞ്ചായത്ത് മാത്രമാണ് UDF-നുള്ളത്. ഒരു പഞ്ചായത്ത് പോലും അവിടെ BJPക്ക് ഇല്ല എന്നതാണ് പ്രത്യേകത. അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണുള്ളത്. പ്രത്യേകിച്ച് പത്തിയൂരൊക്കെ, കായംകുളം പത്തിയൂർ മേഖലയൊക്കെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF 3ാമത് പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 52,000 വോട്ട് KC വേണുഗോപാൽ വാങ്ങിച്ചപ്പോൾ 48,000 വോട്ടാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതിലും കുറഞ്ഞ വോട്ടുകൾ. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് 3ാമത് LDF പോയെങ്കിലും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചു പിടിച്ചു. ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിൽ മാറി മാറി വരുന്ന LDF പരിശോധിക്കണം. താങ്ക് യു മനീഷ് മഹിപാൽ. ഏതായാലും സിറ്റിംഗ് MLA യു പ്രതിഭ തന്നെയാണ് LDF-നായി മത്സരത്തിനിറങ്ങുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ M ലിജു എന്ന കരുത്തിനെ ഇറക്കിയിരിക്കുന്നു UDF എന്നത് നമുക്ക് കാണാൻ സാധിക്കും. NDA സ്ഥാനാർത്ഥിയായി തമ്പിയും എത്തുന്നുണ്ട്. BDJS-നാണ് ഇക്കുറി കായംകുളം സീറ്റുള്ളത്. മനീഷ് പറഞ്ഞതുപോലെ തന്നെ മാറി മറിയുന്ന മണ്ഡലമാണ് കായംകുളം. ആർക്കും കുത്തകയെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സീറ്റ് നിലനിർത്താൻ LDF-നാകുമോ അതോ M ലിജുവിലൂടെ തിരിച്ചു പിടിക്കുമോ UDF എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ നമുക്ക് മണ്ഡലത്തിലെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ യു പ്രതിഭ, CPM-ന്റെ സിറ്റിംഗ് MLA ആയ യു പ്രതിഭ 77,348 വോട്ടുകളാണ് അന്ന് നേടിയത്. UDF-ന് വേണ്ടി വനിതാ സ്ഥാനാർത്ഥിയായ അരിത ബാബുവാണ് കളത്തിലിറങ്ങിയത്. അവരുടെ യുവമുഖമായ അരിത ബാബുവാണ് കളത്തിലിറങ്ങിയത്. 71,050 വോട്ടാണ് അന്ന് അരിത നേടിയത്. NDAക്ക് വേണ്ടി പ്രദീപ് ലാൽ, BDJS-ന് തന്നെയായിരുന്നു സീറ്റ്. 11,413 വോട്ട് നേടി. അന്ന് യു പ്രതിഭയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6,298 വോട്ട് മാത്രമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഈ കണക്കുകൾ നമുക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് LDF-ന് ഒരു മുൻതൂക്കമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. LDF നേടിയത് 57,657 വോട്ടുകളാണ്. UDF 52,512 വോട്ടുകൾ നേടിയപ്പോൾ NDA 28,161 വോട്ടുകളാണ് നേടിയത്. LDF-ന്റെ ലീഡ് എന്ന് പറയുന്നത് 5,145 വോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുണ്ട്. M ലിജുവിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് UDF കണക്ക് കൂട്ടുന്നു. പക്ഷേ യു പ്രതിഭയിലൂടെ മണ്ഡലം നിലനിർത്താമെന്നത് തന്നെയാണ് LDF-ന്റെയും പ്രതീക്ഷ. പരമാവധി വോട്ട് പിടിക്കാമെന്നതാണ് NDA ക്യാമ്പും
കണക്ക് കൂടുന്നത്. ഏതായാലും കായംകുളത്തെ ഫലം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കടുത്ത പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലത്തിൽ ആരാണ് ജയിച്ചു കയറുന്നത് നോക്കാം. വ്യക്തിപ്രഭാവം എം ലിജുവിന് തുണയ്ക്കുമോ അതോ യു പ്രതിഭയ്ക്ക് കരുത്താകുമോ എന്ന് കാത്തിരുന്ന്